എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ഒരു ലേറ്റ് നൈറ്റില് ഞാൻ ഇരിക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴയിലെ പ്രിയ സഹോദരൻ സുബിൻ, തൻ്റെ ഭാര്യ സിനി സുബിൻ, അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അതിലൊരു മോളാണ് നമ്മുടെ സോനമോള്. ഈ മോള് ട്വിൻസാണ്. ഇതേ പ്രായത്തിൽ ഒരു മോള് കൂടി ഇവിടെ ഉണ്ട്. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെ അങ്ങനെ വീഡിയോയിൽ കാണിക്കാറില്ല. എന്നാൽ ചെറിയ ഒരു പൈതൽ, ഒരു ആണും കൂടി ഇവിടെ ഉണ്ട്, ഒരു ആൺകുഞ്ഞുണ്ട്. എന്നാൽ ഈ കുഞ്ഞിനെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുകയാണ്. നമുക്ക് മനസ്സുണ്ടായിട്ടല്ല, പക്ഷെ നമുക്ക് നിവൃത്തിയില്ലാതെ ഈ കുഞ്ഞിനെ നമ്മൾ ദൈവമക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ കുഞ്ഞിന് ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. 3 വയസ്സുള്ളപ്പോൾ ഈ കുഞ്ഞിന്റെ ഈ തല ഓപ്പൺ ചെയ്ത് ഒരു സർജറി നടത്തിയത്. അതിന്റെ കാരണം അതിന്റെ തലയിൽ ഒരു ട്യൂമർ വളർന്നു വരുന്നതാണ് ആ സർജറി ചെയ്യുവാനുള്ള കാരണം. അതിനുശേഷം ചില വർഷങ്ങൾ കുഞ്ഞ് നന്നായിട്ട് മുന്നോട്ട് പോയെങ്കിലും ആ ട്യൂമറിന്റെ ആ വേര് അവിടെ തന്നെ ശേഷിക്കുന്നത് കൊണ്ടും അത് ആ പ്രായത്തിൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഈ മൂക്കിനും കണ്ണിനും ഇടയിലുള്ള ഒരു ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതങ്ങനെ പൂർണ്ണമായി നീക്കം ചെയ്താൽ ആ 3 വയസ്സ് പ്രായത്തിൽ കുഞ്ഞിന് ജീവഹാനി സംഭവിക്കുമെന്നുള്ളത് കൊണ്ടും അന്ന് അത് ഭാഗികമായിട്ട് എടുത്തു കളഞ്ഞു. എന്നാൽ ഇപ്പോൾ ഈ കുഞ്ഞിന്റെ അവസ്ഥ വീണ്ടും ആ ട്യൂമർ അത് മുന്നോട്ട് വരികയും അടിയന്തരമായി കുഞ്ഞിന് ഒരു സർജറി അനിവാര്യമായിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവര്, പോണ്ടിച്ചേരി ഭാഗത്തുള്ള ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയുടെ സഹായത്താൽ അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു മേജർ സർജറി ഈ കുഞ്ഞിന് ചെയ്താൽ അവൾക്ക് സാധാരണ കുഞ്ഞുങ്ങളെ പോലെ അവൾക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് ഡോക്ടർമാർ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവർ സാധാരണ കൂലിപ്പണിക്കാരായ മാതാപിതാക്കളാണ്. ഈ സഹോദരൻ ഒരു ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന സഹോദരനാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കോവിഡിന്റെ കാലഘട്ടം വന്നപ്പോൾ തന്റെ ജോലിയും ബുദ്ധിമുട്ടിലായി. പോരാത്തതിന് തന്റെ കാല് ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് നമുക്ക് വീഡിയോ കാണാം. തന്റെ കാല് ആക്സിഡന്റ് ആയി വളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. തനിക്ക് എല്ലാ മനുഷ്യനും ചെയ്യുന്ന പോലെയുള്ള മറ്റെന്തെങ്കിലും ഒരു ജോലിക്ക് ഏർപ്പെടാൻ കഴിയില്ല. ഈ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ല. ഈ കുഞ്ഞ് ഇപ്പോൾ അവള് കസേരയിൽ ഇരിക്കുന്നു. അവള് നടന്ന് തുടങ്ങിയാൽ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൾ താഴേക്ക് വീണു പോകും. അവളുടെ കാലുകളുടെ ബലം കുറയും. അവളുടെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലെത്തി. എന്നാൽ ട്രീറ്റ്മെന്റിന് അത് വീണ്ടും തിരിച്ചു പിടിച്ചു. അല്പമായിട്ട് ആ ഒരു സൗഖ്യത്തിലേക്ക് വന്നു. എമർജൻസി ആയിട്ട് ഈ കുഞ്ഞിന് ഒരു സർജറി നടക്കും. ആ സർജറിക്ക് വേണ്ടുന്ന തുകയെന്ന് പറയുമ്പോൾ കൈത്താങ്ങ് കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലക്ഷങ്ങളുടെ സഹായങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ചില നാളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട. ഈ കുഞ്ഞിന്റെ ഓപ്പറേഷനും അനുബന്ധ ആശുപത്രി ചെലവുകൾക്കും അവർ താമസിക്കുന്ന വാടക വീടാണ്. ഈ വാടക വീട്ടിന്റെ വാടക മുടങ്ങിയ സാഹചര്യങ്ങൾ അവർക്കുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യം എല്ലാം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സോനമോളെ നമ്മുടെ ദൈവമക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എനിക്കും 2 പെൺകുഞ്ഞുങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. ഈ കുഞ്ഞിനെ നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് ഈ കുഞ്ഞിന്റെ അടുത്തൊരു വീഡിയോ ചെയ്യുവാൻ ഇടയായി തീരണം. ഈ കുഞ്ഞിനെ ദൈവമക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. %100 ഈ കുഞ്ഞിന്റെ ഓപ്പറേഷൻ ഏറ്റവും ഭംഗിയായി നടക്കുകയും നമ്മൾ ഈ കുഞ്ഞിന്റെ സന്തോഷത്തോടെ ആനന്ദത്തോടെയുള്ള മുഖം നമ്മൾ ദൈവമക്കളുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്യും. അതിനായിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ പ്രിയപ്പെട്ടവര് ഈ ആവശ്യത്തിന് വേണ്ടി വിളിച്ച് ബുദ്ധിമുട്ടിച്ച് അങ്ങനെയൊന്നും ഇവിടെ വന്നതല്ല.
മറ്റു ചില ആളുകൾ പറഞ്ഞാണ് ഈ വിവരം അറിഞ്ഞത്. അതുകൊണ്ട് ഒത്തിരി ഒന്നും അവരെ കൊണ്ട് പറയിപ്പിക്കാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവരുടെ സങ്കടങ്ങൾ, അവരുടെ വേദനകളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒത്തിരി ഒന്നും പറയുന്നില്ല. ഇമ്മീഡിയറ്റ്ലി ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷം മുതൽ എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ നമുക്ക് ചികിത്സയ്ക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, ഏറ്റവും വേഗത്തിൽ. അത് ദൈവമക്കൾ ചെയ്യുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, 100% വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോടൊപ്പം ഉണ്ടല്ലോ. നിങ്ങൾ വേഗത്തിൽ കൈത്താങ്ങണം. നമുക്ക് ഒരുമിച്ച് വീണ്ടും കൈ കോർക്കാം. നമ്മുടെ സോനമോളെ നമുക്ക് സന്തോഷത്തോടെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണത്തക്ക വേണം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പറഞ്ഞു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.